ഹലോ എവ്രി വൺ, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജൈനിസവും ബുദ്ധിസവും, ഈ മൗര്യൻ പീരീഡിൽ ജൈനിസവും ബുദ്ധിസവും കുറച്ചുകൂടി ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കുറച്ചുകൂടി പോപ്പുലാരിറ്റി കിട്ടാൻ തുടങ്ങി. ഈ ജൈനിസവും ബുദ്ധിസവും ശ്രമണ ട്രഡീഷൻ്റെ പാർട്ടാണ്. ശ്രമണ എന്ന് പറഞ്ഞാൽ ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. പാലി ലാംഗ്വേജിൽ അതിനെ സമന്ന എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സീക്കേഴ്സ് എന്നാണ്. ഓക്കെ, അതുപോലെ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, മോക്ഷ അല്ലെങ്കിൽ ലിബറേഷൻ, ഈ കോൺസെപ്റ്റ്സൊക്കെ ശ്രമണ ട്രഡീഷനായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ശ്രമണ ട്രഡീഷൻ്റെ ഭാഗമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ശ്രമണ ട്രഡീഷൻ എംഫസൈസ് ചെയ്യുന്ന 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തോട്ട്, ഹാർഡ് വർക്ക് ആൻഡ് ഡിസിപ്ലിൻ. ഈ 3 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ജൈനിസവും ബുദ്ധിസവും വളരുന്ന അനുസരിച്ച് എന്താണ്, ഗാൻജറ്റിക് വാല്യൂയിലുള്ള റിലീജിയസ് ആൻഡ് സോഷ്യൽ സിനാരിയോയിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ ഈ വേദിക് ഏജിൽ ജാതി സിസ്റ്റം, അതുപോലെ തന്നെ വർണ്ണ സിസ്റ്റം, ജാതി സിസ്റ്റം ആൻഡ് വർണ്ണ സിസ്റ്റം നിലവിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിലവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൊസൈറ്റി, ജാതി സിസ്റ്റവും വർണ്ണ സിസ്റ്റവും നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ സുപ്രീമസിയുള്ള സൊസൈറ്റിയാണ്. ഈ ജാതി സിസ്റ്റത്തിനെ വർണ്ണ സിസ്റ്റത്തിനെയും ഈ 2 മതങ്ങൾ, അതായത് ബുദ്ധിസവും ജൈനിസവും ഒപ്പോസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ബ്രാഹ്മണിക്കൽ സൂപ്രമസി എന്ന് പറഞ്ഞാൽ അത് ഈ ക്ഷത്രിയ റൂളേഴ്സിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജൈനിസത്തിനെയും ബുദ്ധിസത്തിനെയും അവർ സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സൊസൈറ്റി, ഇങ്ങനൊരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴാണ് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു എംപയർ എമേർജ് ചെയ്യുന്നത് ഇന്ത്യയിൽ. ആ എംപയറാണ് മൗര്യൻ എംപയർ. ഓക്കെ, അപ്പോൾ നമുക്ക് മൗര്യൻ എംപയറിൻ്റെ ആർട്ടിനെ പറ്റി നോക്കാം. അപ്പോൾ മൗര്യൻ ആർട്ടിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: കോർട്ട് ആർട്ട്, അതുപോലെ തന്നെ പോപ്പുലർ ആർട്ട്. കോർട്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ കോർട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ആർട്ട്, അല്ലെങ്കിൽ ആർട്ട് വർക്ക്സ്, അല്ലെങ്കിൽ ആർക്കിടെക്ചറിനെ കോർട്ട് ആർട്ടെന്നും, അതുപോലെ ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതിനെ പോപ്പുലർ ആർട്ടെന്നും പറയുന്നു. സ്റ്റേറ്റിന് വേണ്ടി ചെയ്യുന്ന ആർട്ട് വർക്ക്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ, അതിനെ കോർട്ട് ആർട്ട് എന്നാണ് പറയുന്നത്. ഈ കോർട്ട് ആർട്ടിൽ പാലസസ്, പില്ലേഴ്സ്, പിന്നെ എന്താണ് സ്തൂപാസ്, ഇത് 3ഉം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പോപ്പുലർ ആർട്ടിൽ വരുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ കേവ്സ്, പോട്രി, സ്കൾപ്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇതേക്കുറിച്ച് പഠിക്കാം. ആദ്യം തന്നെ കോർട്ട് ആർട്ട്. ഈ മൗര്യൻ റൂളേഴ്സ് ഒരുപാട് അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആർക്കിടെക്ചർ വർക്ക്സ് ചെയ്തിരുന്നു. ഇതിന് പൊളിറ്റിക്കൽ റീസൺസും ഉണ്ട്, അതുപോലെ തന്നെ റിലീജിയസ് റീസൺസും ഉണ്ട്. പൊളിറ്റിക്കൽ റീസൺസ് എന്ന് പറഞ്ഞാൽ പവർ അല്ലെങ്കിൽ അധികാരം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് പില്ലേഴ്സിലൊക്കെ ഇൻസ്ക്രിപ്ഷൻസ് കാണും. ഓക്കെ, ആ ഇൻസ്ക്രിപ്ഷൻസ് ചിലപ്പോൾ ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്റിൽ, യുദ്ധമൊക്കെ വിജയിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വിജയാഘോഷത്തിൻ്റെ ഓർമ്മയ്ക്ക് ആയിട്ട് ഒക്കെയാണ് ചില ഇൻസ്ക്രിപ്ഷൻസ്. അതായത് അവർ അത്രത്തോളം പവർഫുൾ ആണെന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ സാമ്രാജ്യത്തിൽ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ വരുമ്പം അതും അവർ എത്രത്തോളം പവർഫുൾ ആണെന്ന് സൂചിപ്പിക്കുന്നത്. അതാണ് പൊളിറ്റിക്കൽ റീസൺ എന്ന് പറയുന്നത്. ഇനി റിലീജിയസ് റീസൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇൻസ്ക്രിപ്ഷൻസ് വഴി ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിസത്തിനെ ജൈനിസത്തിനെ ഇവർ ഫേവർ ചെയ്തിരുന്നു. അപ്പം ഈ റിലീജിയനൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ ആർക്കിടെക്ചർ വർക്ക്സ് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പൊളിറ്റിക്കൽ റീസണും റിലീജിയസ് റീസണും. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഇങ്ങനത്തെ ആർക്കിടെക്ചർ വർക്കിനെയാണ് കോർട്ട് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോർട്ട് ആർട്ടിൽ 3 എണ്ണമാണുള്ളത്: പാലസസ്, അതുപോലെ തന്നെ പില്ലേഴ്സ് ആൻഡ് സ്തൂപാസ്. അപ്പോൾ നമുക്ക് പാലസസ് നോക്കാം. ഓക്കെ,
ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പവർഫുൾ എംപയർ അധികാരത്തിൽ വരുന്നത് മൗര്യൻ എംപയറാണ്. ഓക്കെ, അപ്പം ഇവരുടെ ഈ പ്രതാപം, ഈ മൗര്യൻ എംപയറിൻ്റെ മഹത്വം പ്രതാപമൊക്കെ ഇവരുടെ ക്യാപിറ്റലായിരുന്ന പാടലിപുത്ര അതുപോലെ കുമ്രഹാർ പാലസിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇവരുടെ ഈ മഹത്വം അല്ലെങ്കിൽ ഇവരുടെ പ്രതാപമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എക്കമിനീഡ് പാലസ്, എക്കമിനീഡ് എന്ന് പറഞ്ഞ എക്കമിനീഡ് എംപയർ, എക്കമിനീഡ് ഒരു സാമ്രാജ്യമാണ്. അതായത് ഇറാനിലാണ്. ഈ എക്കമിനീഡ് എംപയറിൻ്റെ സെറിമോണിയൽ ക്യാപിറ്റലാണ് പെർസോപോളിസ്. അപ്പോൾ അവിടെ ഉള്ള പാലസ്, എക്കമിനീഡ് പാലസ്, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ചന്ദ്രഗുപ്തയുടെ പാലസ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ചന്ദ്രഗുപ്ത യൂസ് ചെയ്തിരിക്കുന്നത് വുഡാണ് പ്രിൻസിപ്പൽ മെറ്റീരിയലായിട്ട് കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനെപ്പറ്റി, അതായത് ചന്ദ്രഗുപ്തയുടെ പാലസിനെ പറ്റി മെഗസ്തനീസിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിയേഷൻ ഓഫ് മാൻകൈൻഡ് എന്നാണ് ചന്ദ്രഗുപ്തയുടെ പാലസിനെ പറ്റി പറയുന്നത്. അതുപോലെ അശോകയുടെ പാലസ്, കുമ്രഹാറിലുള്ള അശോകയുടെ പാലസും അതും വലിയൊരു മാസീവ് സ്ട്രക്ചറാണ്. 3 സ്റ്റോറീഡ് ആണ്, വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്ത മെറ്റീരിയൽ വുഡാണ്. അതുപോലെ തന്നെ ഹൈ സെൻട്രൽ പില്ലറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പാലസ് വാൾസ് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കർവിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ പാലസസിനെ പറ്റി പറയാനായിട്ട്. ഇതാണ് കുമ്രഹാർ പാലസിൻ്റെ സൈറ്റ്. ഓക്കെ, ഈ പിക്ചർ തന്നെയാണ് നിതിൻ സിംഗാനിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പില്ലേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അശോകയുടെ കാലഘട്ടത്തിൽ ഈ പില്ലേഴ്സിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് ഈ പില്ലേഴ്സിൽ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതായത് ഇത് സിമ്പിൾ ഓഫ് സ്റ്റേറ്റിൻ്റെ സിമ്പിളായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. അതുമാത്രമല്ല ഈ യുദ്ധമൊക്കെ വിജയിച്ചു കഴിയുമ്പം അതിൻ്റെ സ്മരണാർത്ഥമായിട്ടും അതിൻ്റെ വിജയാഘോഷ സ്മരണാർത്ഥമായിട്ടും ഈ ഇൻസ്ക്രിപ്ഷൻസിനെ സൂചിപ്പിച്ചു അല്ലെ കണ്ടിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പീരിയൽ സെർമൺസ് എന്ന ഇമ്പീരിയൽ സ്പീച്ചൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അശോക ഈ പില്ലേഴ്സ് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ഈ പില്ലേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 40 ആവറേജ് ഒരു 40 ഫീറ്റ് ഹൈറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചുനാർ സാൻഡ്സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. ചുനാർ സാൻഡ്സ്റ്റോണിൻ്റെ വേറൊരു പേര് ബലുവ പത്തർ എന്നാണ്. ഓക്കെ, ചുനാർ സാൻഡ്സ്റ്റോൺ, ചുനാർ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലൊരു സ്ഥലത്തിൻ്റെ പേരാണ് ചുനാർ. ഓക്കെ, ഈ ചുനാർ സാൻഡ്സ്റ്റോണിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. GI ടാഗ് എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ ടാഗ്. അതായത് നാച്ചുറൽ ഗുഡ്സ് കാറ്റഗറിയിലാണ് GI ടാഗ് കിട്ടിയിരിക്കുന്നത്. നാച്ചുറൽ ഗുഡ്സ് കാറ്റഗറിയിൽ കിട്ടുന്ന രണ്ടാമത് കിട്ടുന്നത് ചുനാർ സാൻഡ്സ്റ്റോണിനാണ്. ഓക്കെ, അതുപോലെ തന്നെ പില്ലറിനകത്ത് 2 പാർട്ടാണ്. ഒന്ന് ഷാഫ്റ്റും ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. ഓക്കെ, ഷാഫ്റ്റ് ഒരു ലോങ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആയിട്ട് ഒരു കുറച്ച് നീളമുള്ളതിനാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ക്യാപിറ്റൽ. ഓക്കെ, ഷാഫ്റ്റ് മോണോലിത്ത് ആണ്. മോണോലിത്ത് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസ് ഓഫ് സ്റ്റോൺ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരൊറ്റ മെറ്റീരിയൽ. ഓക്കെ, അതുപോലെ അത് സിംഗിൾ സ്റ്റോണിൽ നിന്നാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഷാഫ്റ്റിൻ്റെ മുകളിലായിട്ട് ആണ് ക്യാപിറ്റലിൻ്റെ ബേസ് ഒന്നുകിൽ ലോട്ടസ് ഷേപ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് ആയിരിക്കും. ഈ ബെൽ ഷേപ്ഡ് ഇറാനിയൻ പില്ലേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നാണ്. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ചിലയിടത്തൊക്കെ ബെൽ ഷേപ്ഡ് കാണാൻ പറ്റും. ഇത് ഇറാനിയൻ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഓക്കെ, അതായത് ഇറാനിയൻ പില്ലേഴ്സ് ഹൈലി പോളിഷ്ഡ് ആൻഡ് ലസ്ട്രസ് ഫിനിഷുള്ള പില്ലേഴ്സാണ്. അവർ യൂസ് ചെയ്തിരുന്നത് ബെൽ ഷേപ്ഡ് ആണ്. ഓക്കെ, നമ്മളിവിടെ 2 യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബെൽ ഷേപ്ഡും ഉണ്ട്, ലോട്ടസ് ഷേപ്ഡും ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ക്യാപിറ്റലിൻ്റെ മുകളിലായിട്ട് ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു
ചിലപ്പോൾ സർക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റെക്റ്റാങ്കുലർ ബേസ് ആയിരിക്കും. അതിനെ അബാക്കസ് എന്നാണ് പറയുന്നത്. ആ അബാക്കസിൻ്റെ മുകളിലായിട്ട് ഒരു അനിമൽ ഫിഗറിങ്. ഇതാണ് പില്ലറിൻ്റെ പാർട്സ്. ഓക്കെ, ബേസിക് സ്ട്രക്ചർ ഓഫ് പില്ലർ ഇതാണ്. അപ്പോൾ എക്സാമ്പിള് ലോറിയ നന്ദൻഗർഗ് പില്ലർ ചമ്പാരനിലുള്ള, അതുപോലെ തന്നെ സാരാനാഥ് പില്ലർ വാരണാസിക്ക് സാരാനാഥ് പില്ലറും എക്സാമ്പിളാണ്. നമുക്ക് പില്ലറിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം. ഇതാണ് ഷാഫ്റ്റ്, താഴെ ഉള്ള ഇതാണ് ഷാഫ്റ്റ്. ഇത് മോണോലിത്തിക് ഷാഫ്റ്റ്. അതിൻ്റെ മുകളിൽ ഇതാണ് ബെൽ ഷേപ്ഡ് അല്ലെങ്കിൽ ലോട്ടസ് ഷേപ്ഡ് ആയിട്ടുള്ള ബേസ്, ക്യാപിറ്റലിൻ്റെ ബേസ്. ഇവിടെ കാണിച്ചേക്കുന്നത് ബെൽ ഷേപ്ഡ് ആണ്. ഇതാണ് ഇറാനിയൻ പില്ലേഴ്സിലൊക്കെ കാണുമ്പം ഇത് തന്നെയാണ്. അതിൻ്റെ മുകളിലായിട്ട് അബാക്കസ്. ഇതിപ്പോൾ സർക്കുലർ ഷേപ്ഡ് ആണ്. ചിലത് സർക്കുലർ ഷേപ്ഡ് ആയിരിക്കത്തില്ല, റെക്റ്റാങ്കുലർ ഷേപ്ഡ് ബേസും ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ആനിമൽ മോട്ടീഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ്. അതുപോലെ സാരാനാഥ് പില്ലറിൻ്റെ അബാക്കസും അതിൻ്റെ മുകളിലുള്ള ആനിമൽ മോട്ടീഫും ആണ് നമ്മുടെ നാഷണൽ എംബ്ലത്തിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. നാഷണൽ എംബ്ലം ഇതിൽ 4 അനിമൽസിനെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് അബാക്കസിൽ 4 ആനിമൽസിനെ കാണിച്ചിട്ടുണ്ട്. അത് ഒരു ഗാലപ്പിംഗ് ഹോഴ്സ്, 4 ഡയറക്ഷനിലായിട്ടാണ്. ഒരു ഗാലപ്പിംഗ് ഹോഴ്സ്, ഒരു എലിഫൻറ്റ്, ഒരു ബുള്ള്, ഒരു ലയൺ, ഇങ്ങനെ 4 ഡയറക്ഷനിൽ 4 ആനിമൽസിനെ കാണിച്ചിട്ടുണ്ട്. ഇത് വീൽ ഓഫ് എക്സിസ്റ്റൻസ്, അതായത് ഇത് ഓരോന്നിനെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇത് വീൽ ഓഫ് എക്സിസ്റ്റൻസ് ആണ്. വീൽ ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഓഫ് ലൈഫ്, ഡെത്ത്, റീബർത്ത്, സഫറിങ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ 4 ആനിമൽസും എന്തൊക്കെയാണ് ഡെപിക്റ്റ് ചെയ്തേക്കുന്നതെന്നാണ് ഈ താഴെ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് നോക്കുക, നമുക്കത് കഴിഞ്ഞിട്ടുള്ള നോക്കാം. അത് കഴിഞ്ഞിട്ട് നാഷണൽ എംബ്ലത്തിനകത്ത് അബാക്കസിൻ്റെ ബേസിൽ സത്യമേവ ജയതേ എന്ന് മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അത് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സത്യമേവ ജയതേ എഴുതിയേക്കുന്നത് ദേവനാഗരി സ്ക്രിപ്റ്റിലാണ് എഴുതിയേക്കുന്നത്. സത്യം എപ്പോഴും ജയിക്കും എന്നാണ് അപ്പോൾ അതിൻ്റെ മീനിങ്. ഓക്കെ, സത്യം എപ്പോഴും വിജയിക്കും, ദേവനാഗരി സ്ക്രിപ്റ്റിലാണ് എഴുതിയേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ക്യാപ്റ്റൻ്റെ ഏറ്റവും മഹത്വമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വീൽ ഓഫ് ലോ അല്ലെങ്കിൽ ധർമ്മചക്ര, അതും ഇതിനകത്ത് നമുക്ക് അബാക്കസിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ 4 സിംഹങ്ങളുണ്ട്, 4 ലയൺസ് ഉണ്ട് 4 ഡയറക്ഷനിലായിട്ട്. ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധ സ്പ്രെഡിങ് ധർമ്മ ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലും ധർമ്മ സ്പ്രെഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഈ സാരാനാഥ് പില്ലർ ബുദ്ധൻ്റെ ഫസ്റ്റ് സെർമൺ, അതായത് ആദ്യത്തെ സ്പീച്ച്, ഫസ്റ്റ് സെർമണിനെയാണ്, അതായത് ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധനെയാണ് ധർമ്മചക്ര പരിവർത്തന എന്ന് പറയുന്നത്. അതിൻ്റെ സ്മാരകമായിട്ടാണ് ഈ സാരാനാഥ് പില്ലർ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തത് സ്തൂപാസ് നോക്കാം. സ്തൂപാസ് എന്ന് പറഞ്ഞാൽ ബെറിയൽ മൗണ്ട്സ് ആണ്. അപ്പോൾ മരിച്ച ആൾക്കാരുടെ റിലിക്സ്, ആഷസ്, ഇതൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സ്തൂപാസ് ആക്ച്വലി വേദിക് ഏജിലും ഈ സ്തൂപാസ് വിപുലമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പോപ്പുലർ ആയത് ബുദ്ധിസം വഴിയാണ് സ്തൂപാസ് പോപ്പുലർ ആയത്. ഓക്കെ, നമുക്ക് ആദ്യം, അതുമാത്രമല്ല അശോകയുടെ ടൈമിലാണ് ഈ സ്തൂപാസ് അതിൻ്റെ ക്ലൈമാക്സിലെത്തുന്ന 84,000 സ്തൂപാസ് ആ ഒരു ടൈമിൽ തന്നെ ഇറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇറക്റ്റ് ചെയ്ത് അശോകയുടെ ടൈമിൽ ഇറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബുദ്ധൻ മരിച്ചതിന് ശേഷം 9 സ്തൂപാസാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 8 എണ്ണത്തിൽ മേദിയിലാണ് ഈ ബുദ്ധൻ്റെ റിലിക്സ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. 9ാമത്തേനകത്ത് ഒരു പോട്ടിലാണ് ഇത് റിലിക്സ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം സ്തൂപയുടെ പടം നോക്കാം.
ഇതാണ് ലെഫ്റ്റ് സൈഡ് കാണിച്ചേക്കുന്നതാണ് നിതിൻ സിംഗാനിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചേക്കുന്ന ഫിഗർ. ഓക്കെ, അപ്പം ഇതിൽ ഫെൻസിങ് ഉണ്ട്. ഇതാണ് ഫെൻസിങ്, ഒരു സ്റ്റോൺ ഫെൻസിങ് ഉണ്ട്. സ്റ്റോൺ ഫെൻസിങ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ 4 സൈഡിലും ഗേറ്റ് വേസ് ഉണ്ട്. 4 സൈഡിൽ 4 ഡയറക്ഷൻ, സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതിന് ആ ഗേറ്റ് വേസിന് തോരണാസ് എന്നാണ് പറയുന്നത്. ഈ 4 സൈഡിലും ഉണ്ട്. ഇവിടെയും കാണാൻ പറ്റും, നമുക്ക് ഈ ഫിഗറിലും കാണാൻ പറ്റും തോരണാസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു പ്രദക്ഷിണ പാതയുണ്ട്. നമുക്ക് പ്രദക്ഷിണ പാത എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം കറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രദക്ഷിണ പാതയുണ്ട്, അതുവഴി കയറിയിട്ട് നമുക്ക് പ്രദക്ഷിണ പാതയുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റേഴ്സ് വഴി മുകളിലോട്ട് അത് കഴിഞ്ഞിട്ടൊരു ബേസ് ഉണ്ട്. ആ ബേസിനെയാണ് മേരി എന്ന് പറയുന്നത്. ആ ബേസിൻ്റെ മുകളിലാണ് ഈ ഡോം ഷേപ്ഡ് സ്ട്രക്ചർ ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ ബേസിനെയാണ് ഈ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ബേസ് ഉണ്ട് ഇവിടെ. ആ ബേസിൻ്റെ മുകളിലാണ് ഈ ഡോം ഷേപ്ഡ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഈ ബേസിനെയാണ് മേരി എന്ന് പറയുന്നത്. ഓക്കെ, മേരി എന്ന് പറയുന്നത്. ഈ ബേസിലും ഈ പ്രദക്ഷിണ പാതയുണ്ട്. ഇവിടെ സ്റ്റേഴ്സ് ഉണ്ട്, അതുവഴി കയറിയിട്ട് പ്രദക്ഷിണ പാത നമുക്ക് ചുറ്റാൻ പറ്റും ഇവിടെ. അപ്പം ഈ ഡോം ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് പറയുന്നത് അണ്ട എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ മുകളിലായിട്ടുള്ള സ്ട്രക്ചറിനെയാണ് പറയുന്നത് ഹർമിക എന്ന് പറയുന്നത്. ഓക്കെ, ഹർമിക എന്ന് പറയുന്നത് ഹർമികയുടെ മണ്ടയിലായിട്ട് ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറുണ്ട്. അതിനെ ആണ് യാസ്തി എന്ന് പറയുന്നത്. യാസ്തിയിലെ അംബ്രല്ല ഷേഡ് സ്ട്രക്ചറിനെ ഛത്രാസ് അല്ലെങ്കിൽ ഛത്രി എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ. അപ്പം ഈ മേദിയിലാണ് ഈ ബുദ്ധ മരിച്ചതിന് ശേഷം ഇറക്റ്റ് ചെയ്ത 8 സ്തൂപാസിലും റിലിക്സ് സൂക്ഷിച്ചിരിക്കുന്ന ഈ മേദിയിലാണ്, അതായത് ഈ ബേസിലാണ്. ഈ ബേസിൻ്റെ മുകളിലാണ് ഈ ഡോം ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും ഫെൻസിങ് ഉണ്ട്, ഇവിടെയും ഫെൻസിങ് ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇല്ല, എല്ലാം പറഞ്ഞു. ഇത്രയാണ് സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ. സ്തൂപയുടെ ബേസിക് സ്ട്രക്ചറും അതിൻ്റെ പാർട്സും ഇതാണ്. ഓക്കെ, ഇനി ഈ കോറ്, ഈ സ്തൂപയുടെ അകത്ത് അൺബോണ്ട് ബ്രിക്സ് വെച്ചിട്ടാണ് കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഔട്ടർ സർഫസ് ബോണ്ട് ബ്രിക്സ് വെച്ചിട്ടാണ്. അതിനുശേഷം തിക്ക് ലെയർ ഓഫ് പ്ലാസ്റ്റർ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. വെള്ളമൊക്കെ വീണ് അകത്തേക്ക് ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി ദ മേദി ആൻഡ് ദ തോരണ ഡെക്കറേറ്റഡ് ബൈ ഉഡൻ സ്കൾപ്ചർ. ഈ മേദിയും അതുപോലെ തോരണ ഈ 2 സ്ഥലത്തും ഉഡൻ സ്കൾപ്ചേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ് മേദിയുടെ ഇവിടെയും അതുപോലെ ഈ തോരണ ഇതിവിടെ രണ്ടും ഉഡൻ സ്കൾപ്ചർ ഡെക്കറേഷൻസ് ഉണ്ട്. ഉഡൻ സ്കൾപ്ചർ ഡെക്കറേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഡിവോട്ടീസിന് പ്രദക്ഷിണം വെക്കാനായിട്ട് എന്താണ് ആംബുലേറ്ററി പാസ്വേ ഉണ്ട്, അല്ലെങ്കിൽ പ്രദക്ഷിണം പാദാസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ സാഞ്ചി സ്തൂപ ഉണ്ട്, പിപ്രവ സ്തൂപ ഉണ്ട്. ഓക്കെ, സാഞ്ചി സ്തൂപ മധ്യപ്രദേശിലും പിപ്രവ സ്തൂപ ഉത്തർപ്രദേശിലുമാണ്. സാഞ്ചി സ്തൂപയാണ് അശോക സ്തൂപാസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. പിപ്രവ സ്തൂപയാണ് ഓൾഡസ്റ്റ് സ്തൂപ, അതാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ 8 സ്തൂപാസ് 9 സ്തൂപാസ് ബുദ്ധൻ്റെ മരണത്തിന് ശേഷം 9 സ്തൂപാസ് നിർമ്മിച്ചിരുന്നു. അത് ഏതൊക്കെ സ്ഥലത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജഗൃഹ, വൈശാലി, കപിലവസ്തു, അളഗപ്പ, രാമഗ്രാമ, വേദപീഠ, പാവ, കുഷിനഗർ, പിപ്പലിവാന. ഈ 9 സ്ഥലങ്ങളിലാണ് സ്തൂപാസ് പിന്നീട് നിർമ്മിച്ചിരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അശോക പില്ലേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ബെൽ ഷേപ്ഡ് ഇറാനിയൻ ഇൻഫ്ലുവൻസിൽ നിന്നാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി അശോക പില്ലേഴ്സിനും അക്കമേനിയൻ പില്ലേഴ്സിനും ഉള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇനി ആദ്യത്തെന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മോണോലിത്താണ്, അതായത് സിംഗിൾ പീസ് ഓഫ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് അശോക പില്ലേഴ്സിലെ ഷാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അക്കമേനിയനകത്താണെങ്കിൽ വേരിയസ് പീസസ് ഓഫ് സാൻഡ്സ്റ്റോൺസ് സിമെൻറ്റ് ടുഗദർ, അത് പല സാൻഡ്സ്റ്റോൺസും ഒരുമിച്ച് ചേർത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അത് മോണോലിത്തിക് അല്ല. ഇനി ലൊക്കേഷൻ,
അശോക പില്ലേഴ്സ് ഇൻഡിപെൻഡൻ്റ്ലി ഇറക്റ്റഡ് ആണ്. അക്കമേനിയൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ബിൽഡിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നത്, അക്കമേനിയൻ പില്ലേഴ്സ്. പക്ഷേ അശോക പില്ലേഴ്സ് അങ്ങനെയല്ല. ഇത് രണ്ടുമാണ് ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് പോപ്പുലർ ആർട്ടിൽ നോക്കാം. പോപ്പുലർ ഈ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റിന് വേണ്ടി ഉള്ള ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആർട്ട് വർക്ക്സ് അല്ലാതെ തന്നെ ഈ കാലഘട്ടത്തിൽ മൗര്യൻ പീരീഡിൽ എന്താണ് കേവ് ആർക്കിടെക്ചർ, സ്കൾപ്ചേഴ്സ്, പോട്രി, അത് ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനത്തെ ആർട്ട് വർക്ക്സും ഉണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് അല്ലാത്ത ഒഴിച്ച് ബാക്കി സ്റ്റേറ്റിന് വേണ്ടി ചെയ്യുന്ന ആർട്ട് വർക്ക്സ് അല്ലാതെ ബാക്കി എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് പറയുന്നത് പോപ്പുലർ ആർട്ട് എന്ന് പറയുന്നത്. അതിൽ 3 എണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ കേവ് ആർക്കിടെക്ചർ, സെക്കൻഡ് വൺ സ്കൾപ്ചേഴ്സ്, തേർഡ് വൺ പോട്രീസ്. നമുക്ക് കേവ് ആർക്കിടെക്ചർ നോക്കാം. ഇനി ഈ മൗര്യൻ ഏജിൽ തന്നെയാണ് ഈ റോക്ക് കട്ട് ആർക്കിടെക്ചർ എമേർജ് ചെയ്തതും ഈ മൗര്യൻസിൻ്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇനി ഈ കേവ്സ് ജനറലി യൂസ് ചെയ്തിരുന്ന വിഹാരാസ് ആയിട്ട്, അതായത് താമസിക്കാൻ ലിവിങ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അത് ജെയിൻ ആൻഡ് ബുദ്ധിസ്റ്റ് മോങ്സ് ഈ വിഹാരാസ് ആയിട്ടാണ് ഇതിനെ ആദ്യം യൂസ് ചെയ്തിരുന്നത്, ഈ കേവ്സിനെ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ അജീവിക സെക്ട് എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അത് ബുദ്ധിസവും ജൈനിസവും എമേർജ് ചെയ്തപ്പോൾ അപ്പോഴുണ്ടായിരുന്ന ഒരു സെക്റ്റാണ് അജീവിക സെക്റ്റ്. അസറ്റിക് വേ ഓഫ് ലൈഫ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവരായിരുന്നു ആദ്യം ഈ കേവ്സിൽ ഉണ്ടായിരുന്ന അവരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ആയി മാറി. അങ്ങനെയാണ് കുറച്ചുകൂടി പോപ്പുലർ ആവുന്നത്. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി എന്നുള്ള പേരിലാണ് പോപ്പുലർ ആവുന്നത്. ആദ്യം ഇത് അജീവിക സെക്റ്റിൻ്റെ ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ഇവരുടെ കേവ് ആർക്കിടെക്ചർ, ഇൻറ്റീരിയർ വാൾസ്, ഈ കേവ്സിൻ്റെ ഇൻറ്റീരിയർ വാൾസ് എന്ന് പറഞ്ഞാൽ ഹൈലി പോളിഷ്ഡ് ആണ്, ഹൈലി പോളിഷ്ഡ് ഫിനിഷാണ് അതിന് ഇൻറ്റീരിയർ വാൾസിന്. അതുപോലെ തന്നെ ഈ ഗേറ്റ് വേസ് ഒക്കെ ഡെക്കറേറ്റീവ് ഗേറ്റ് വേസ് ആണ് ഈ റോക്കട്ട് ആർക്കിടെക്ചർ കേവ്സിനുള്ളത്. ഈ ടൈമിലുണ്ടായിരുന്ന കേവ്സിന് ഡെക്കറേറ്റീവ് ഗേറ്റ് വേസ് ഉണ്ട്, അതുപോലെ ഹൈലി പോളിഷ്ഡ് ഇൻറ്റീരിയർ വാൾസ് ഉണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയാം ബരാബർ ആൻഡ് നാഗാർജുനി കേവ്. ബീഹാറിലുള്ള ബരാബർ ആൻഡ് നാഗാർജുനി കേവ്സ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ നാസിക് കേവ്സിനെ ഇതാണ് ബരാബർ കേവ്. ഓക്കെ, ഡെക്കറേറ്റീവ് ഗേറ്റ് വേസ് ഇതാ. ഓക്കെ, ഇനി നാസിക് കേവ്സിനെ പറ്റിയിട്ട് ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അപ്പം നമുക്കത് നോക്കാം. ഈ നാസിക് കേവ്സ് എന്ന് പറഞ്ഞാൽ 24 ബുദ്ധിസ്റ്റ് കേവ്സ് ആണ് നാസിക് കേവ്സ്. ഇതിനെ പാണ്ഡവലേനി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ഇത് 1st സെഞ്ച്വറി BC-ക്കും 3rd സെഞ്ച്വറി AD-ക്കും ഇടയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഹീനയാന പീരീഡിലാണ്. ഓക്കെ, ഹീനയാന ആൻഡ് മഹായാന ബുദ്ധിസത്തിൻ്റെ 2 ഡിവിഷനാണ്. ഓക്കെ, ഇത് പിന്നീട് മഹായാന സെക്റ്റ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്തു. അതായത് ഹീനയാന മഹായാന ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഐഡൽ വർഷിപ്പാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഒരെണ്ണം ഐഡൽ വർഷിപ്പ് ചെയ്യാറില്ല. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മോട്ടീവ്സ് ഹീനയാന സെക്റ്റുകൾ വർഷിപ്പ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ബുദ്ധൻ്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മോട്ടീവ്സ് അല്ലെങ്കിൽ ഫുട് പ്രിൻറ്റ്സ്, സിമ്പിൾസ് ലൈക്ക് ഫുട് പ്രിൻറ്റ്സ്, ത്രോൺസ് ഇതൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ മഹായാന സെക്റ്റ് ഇതാണ് ഹീനയാന ചെയ്തിരുന്നത്. മഹായാന ആ ഡിവിഷൻ അവർ ചെയ്തിരുന്നത് മഹായാന ബുദ്ധിസ്റ്റ് അവർ ഫോളോ ചെയ്തിരുന്നത് ഐഡൽ വർഷിപ്പാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ബുദ്ധൻ്റെ പ്രതിമ കർവ് ചെയ്തെടുത്തിട്ട് അതിനെയാണ് അവർ ബുദ്ധൻ്റെ പ്രസൻസ് ആയിട്ട് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഈ കേവ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ
വാട്ടർ മാനേജ്മെൻറ്റ്, എക്സലൻറ്റ് സിസ്റ്റം ഓഫ് വാട്ടർ മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വാട്ടർ ടാങ്ക്സ് ഒക്കെ കർവ് ചെയ്ത് സോൾഡ് റോക്കിൽ വാട്ടർ ടാങ്ക്സ് ഒക്കെ കർവ് ചെയ്തെടുത്തേക്കിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇനി അടുത്ത സ്കൾപ്ചേഴ്സ്. ഇത് പോപ്പുലർ ആർട്ടിൽ രണ്ടാമത്തെയാണ് സ്കൾപ്ചേഴ്സ്. ഈ സ്കൾപ്ചേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് സ്തൂപാസ് ഡെക്കറേറ്റ് ചെയ്യാൻ, തോരണ, മേദി അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ റിലീജിയസ് എക്സ്പ്രഷനായിട്ടും യൂസ് ചെയ്തിരുന്നു. മെയിൻലി ഡെക്കറേഷന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ മൗര്യൻ മൗര്യൻ പീരീഡിൽ ഉണ്ടായിരുന്ന രണ്ട് ഫേമസ് സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ യക്ഷ ആൻഡ് യക്ഷിണിയാണ്. ഇത് ഈ ഹിന്ദുയിസം അപ്പോൾ പ്രിവെയിൽ ചെയ്തിരുന്ന ഹിന്ദുയിസം, ജൈനിസം, ബുദ്ധിസം ഈ 3 റിലീജിയനുമായിട്ടും റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് യക്ഷ ആൻഡ് യക്ഷിണി. അതുപോലെ തന്നെ തമിഴ് ടെക്സ്റ്റായ സിലപ്പതികാരത്തിലും യക്ഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ജെയിൻ തീർത്ഥങ്കരാസും യക്ഷിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അത്രേ പറയുന്നുള്ളൂ. ഇനി അടുത്ത പോട്രി. മൗര്യൻ പീരീഡ് ഉണ്ടായിരുന്ന പോട്രിയെ പറയപ്പെടുന്ന നോർത്തേൺ ബ്ലാക്ക് പോളിഷ് വെയർ എന്നാണ് പറയുന്നത്. ബ്ലാക്ക് പെയിൻ്റ് ആണ് ഹൈലി യൂസ് ചെയ്തിരുന്നത്. ഹൈലി ലസ്ട്രസ് ഫിനിഷാണ് ഈ പോട്രീസിനുള്ളത്. പിന്നെ ലക്ഷറിയസ് ഐറ്റമാണ്, ജനറലി യൂസ്ലെസ് ലക്ഷറിയസ് ഐറ്റമായിട്ടാണ് ഇതിനെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഇനി പോസ്റ്റ് മൗര്യനാണ്. ഓക്കെ, അതിനി അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ താങ്ക് യു ഓൾ.